എടോ ആദ്യം വന്ന് ഞാനാ. എന്നെ ഇവിടെ ആദ്യം വന്ന് ഞാനാണ്. എല്ലാരും കേക്കണേ, ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാം ഇവിടെ തൂത്ത് വൃത്തിയാക്കിയാണ് അല്ലേ? എടോ തന്നെയൊക്കെ മുമ്പ് ആദ്യം വന്ന് ഞാനാണെന്ന് പറയുന്നു. പിടിക്കാൻ എന്നാ പറഞ്ഞ? എന്നേക്കാൾ മുമ്പ് വന്ന ആള് താനാണെന്നോ? എന്നാലേ തന്നേക്കാൾ മുമ്പേ പോകേണ്ട ആളാ ഞാൻ. അതുകൊണ്ടാ തന്റെ ഫ്രണ്ട് കയറിയുന്ന. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്ത. താങ്ക്സ്. ആളില്ലേ ഇവിടെ? അതെ, ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ബില്ലിന് മാത്രമേ തെളിച്ചുള്ളൂ. ലൈറ്റ് ഇടുമ്പോ ബൾബൊക്കെ ഒരുമാതിരി മങ്ങിയാ കത്തുന്നത്. അതെന്നാന്നറിയോ സംഭവം? ഈ കലക്കവെള്ളത്തിൽ നിന്നല്ല കറണ്ട് എടുക്കുന്നത്, അതുകൊണ്ടാ. അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും. മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം. മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം? ഇയാൾ ആരടോ? പറഞ്ഞിട്ട് നീങ്ങണ്ട. അല്ല പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്ന് കഴുകിയാലും മതി കേട്ടോ. ആർക്കറിയാം കഴുകുമെന്ന്. കയറി പെട്ടെന്നാട്ടെ സാറേ, അങ്ങോട്ട് കൊടുക്ക് പെട്ടെന്ന്. ഡോ താൻ ബില്ലടയ്ക്കാൻ വന്ന് നിൽക്കുകയാണോ? പിന്നെ ഞാൻ ഈ ക്യൂ നിൽക്കുന്നുണ്ടപ്പോ നീ എന്നെ വെച്ചാൽ സാധനം മേടിക്കാൻ വന്നാണ്? അല്ല, തന്നെ ആ ക്യൂവിലൊക്കെ കാണാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാ. എടാ, ആ ക്യൂവിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ക്യൂ വന്ന് നിന്ന. താൻ വലിയ ഷോ ഒന്നും കാണിക്കണ്ട, മര്യാദക്ക് നിന്നിട്ട് അടച്ചിട്ട് പോ. വലിയ ഷോ ഒന്നും കാണിക്കണ്ടെന്ന്. ഷോ കാണിച്ചാൽ നീ എന്ത് ചെയ്യും? വിരല് ചൂണ്ടി സംസാരിക്കരുത്. സംസാരിച്ച നീ എന്ത് ചെയ്യുമാടാ? സുരേഷ് ഗോപിയാ? സുരേഷ് ഗോപിയാ? നല്ല അടി പഠിക്കും. പിന്നെ നീ വലിച്ചിട്ടുള്ള 11 kV ലൈനത്തോട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല. പിന്നെ ആ ലൈൻ വലിക്കുന്നത് നീ. പിന്നെ നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ. എവിടെയാണെന്ന്? ഹലോ, ഇങ്ങോട്ട് നോക്കിയാടാ. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈൻമാനാ ഇവൻ. ഏത് പോസ്റ്റിൽ? ഏത് പോസ്റ്റിലാണ്? ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അവിടുത്തെ. എടോ, അവിടുത്തെ ലൈൻ എപ്പോഴും പൊട്ടുന്നോണ്ടല്ലേ. അത് ശരി. ഓരോ ലൈൻ പൊട്ടുന്നിടത്ത് നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളുവാണോ? കൂടുതൽ ലൈമാൻ കളിക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ഏരിയ കിടന്ന് ലൈൻ അടിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ നാട്ടുകാർ നിന്റെ ഫീസ് ഊരാതെ നീ സൂക്ഷിച്ചു. വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം കേട്ടോ. എല്ലാരും പറയും വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം. അല്ല, എനിക്ക് അറിയാൻ മേലോട്ട് ചോദിക്കാം, ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കണ സ്ഥലമാണോ വയറ്? എടോ അതല്ല, പിന്നെ താൻ വെള്ളം അടിച്ചാൽ തന്റെ വയറ്റി കിടക്കണമെന്ന്. പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റ് വന്ന് നടക്കുമോ? ഒന്ന് പോരാതെ. ഓരോന്നൊക്കെ രാവിലെ കറണ്ട് ചാർജ് അടയ്ക്കാൻ വന്നിരിക്കുക, വെള്ളം അടിച്ചുകൊണ്ട്. വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം, വെള്ളം അടിച്ചുകൊണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ വരാൻ മേല. സർക്കാരിൻ്റെ ഓരോരോ നിയമങ്ങൾ. റാസ്കൂള്, താനെൻ്റെ ബാക്കിൽ നിന്നാണല്ലോ, പിന്നെ താനെങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നാ? താൻ ബില്ലടയ്ക്കുന്നില്ലേ? സോറി കേട്ടോ സാറേ. എൻ്റെ എത്ര സാറേ? ബില്ല് തരാതെ എങ്ങനെയാണോ അറിയുന്നത്? ബില്ല് തരാൻ തരാം. എടോ, താൻ ബില്ല് തന്നില്ലല്ലോ. വേണം. പിന്നെ വേണ്ടേ? അത് പറഞ്ഞാ പോരെ. അമ്പാടാ. എടോ, താൻ എന്തുകൂടെ കാണിക്കുന്നത്? തരാം വെക്കില്ലേ. പിന്നെ മറ്റുള്ളവർക്കും ബില്ലടയ്ക്കാനുള്ളതാ. മറ്റുള്ളവരുടെ ബില്ല് അവരടച്ചോളും. ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടാ. പോടാ പോലെ. ഇയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ. എന്താ സാറേ? എടോ, ഇയാള് കുറച്ച് നേരമായിട്ട് ബില്ല് കയ്യിലോട്ട് തരും വലിക്കും. കുറച്ച് നേരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. ചേട്ടാ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടോ, താൻ എന്തിനാണോ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ബുദ്ധിമുട്ടായല്ലേ? സാറിന് ബുദ്ധിമുട്ടായെന്ന്. എന്നെ കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന്. ഇതുപോലാണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്. അറിയാവോ? എന്ത് ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ടാന്നോ? ഇതുപോലാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കറണ്ട് വരുന്നത്. വരും പോകും. അപ്പൊ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളൂ കേട്ടാ. ദിവ്യരൂപായ സർപ്പഗർവ ശമനായ കൃഷ്ണായ തുഭ്യം നമഃ. ശ്രീകൃഷ്ണായ തുഭ്യം നമഃ.
ത്രൈലോക്യ രക്ഷക ശിക്ഷക കാരണ വാമനവതാര രൂപാധരേ രഘുകുല താരക പോഷണരേ ജയ ക്ഷത്രിയ നാശകാരമാഹരേ യാദവ കുല സംബോധിത നായക കൃഷ്ണദേവ ഗീതനയ കൃഷ്ണഹരേ സുന്ദരലീല നരവിലാസ വിനിധി പാദമുല്ലവചരണ സരിമപ ശ്രീമപനി സാനിപനി പമവമരി മരിസ ശ്രീമപനി മാവനി ഇവനെ ഇന്ന് ഞാൻ കൊല്ലും. തോന്നുവസാണ് കാണിക്കുന്നത്. എല്ലാം തോന്നുന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നീ എന്തുകൂടെ കിടന്ന് കാണിക്കുന്നത്? ഞാൻ കുച്ചുപ്പൂടി കളിച്ചതാ. എന്റെ മോന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ കുച്ചുപ്പൂടി കളിക്കുന്നത്. മോന്റെ അഭിമാനം ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കി വെച്ചിട്ടാണോ താൻ കുച്ചിപ്പുടി കളിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അപമാനം ഉണ്ടാക്കി. നീ ചെസ്റ്റ് നമ്പർ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞല്ലടാ തരാൻ പറ്റത്തില്ലെന്ന്. നിങ്ങളുടെ ചെസ്റ്റ് നമ്പർ ഒന്നും എനിക്ക് വേണം. ഞാൻ ചെസ്റ്റ് നമ്പർ പോലും ഇല്ലാതെ ഇവിടെ കളിക്കാം. ആരും ചോദിച്ചില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ലേ ഇങ്ങനെയാണോ കുച്ചുപ്പിടി കളിക്കുന്നത്? ഇങ്ങനെ കളിക്കാൻ പറ്റും. അങ്ങനെ എന്താ ഈ കുച്ചുപ്പൂടിക്ക് കുഴപ്പം എന്താ? ഇത് എന്ത് കുച്ചുപ്പിടിയാണോ? പാത്രത്തിൽ കളിക്കുന്ന ഇങ്ങനാണോ? ഇതെന്ത് കുഴപ്പമൊന്നുമല്ല. പിന്നെ ഈ പാത്രം ശരിയാകാത്തോണ്ടാ. കണ്ടോ? മനസ്സിലായി? അത് ഈ കൊച്ചു പിള്ളേർ കളിക്കുന്ന പാത്രമല്ലേ. ഞാൻ പ്രായമായതുകൊണ്ട് ആ പാത്രം എനിക്ക് സൂട്ടല്ലെന്ന്. എടാ കുച്ചുപ്പിടി കളിക്കുന്ന പാത്രമാണ് ആ പാത്രം. ചേടാ ആ പാത്രം എനിക്ക് ചേരത്തില്ല. ആ പാത്രം ശരിയാകാത്തോണ്ടല്ലേ. എന്നാ നീ ആ പാത്രം ശരിയാക്കിട്ട് ഇനി ഇവിടെ കളിച്ചാ മതി. അത് മതി അത് മതി. പിന്നെ? ഓ, എടാ പാത്രം ശരിയാക്കി കളിച്ചാ മതി എന്ന്. പാത്രം ശരിയാക്കിട്ട് അടിക്കും ഞാൻ. പാത്രം ശരിയാക്കിട്ട് കളിച്ചാ ഇറങ്ങി മതി. പോടാ. എന്നാ പാത്രം ശരിയാക്കിട്ട് ബൈജൂടൊരു പൊളിക്കും മോനെ. ആ പൊയ്ക്കോ. തള്ളല്ലേ? ഇടയ്ക്കും ഞാൻ പറഞ്ഞേക്കാം. പോ.